കൊടകര ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ശിക്ഷാവിധി സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ടതിന് ശേഷമാണ് വിധി പ്രഖ്യാപിക്കുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. ഗ്രീഷ്മയും മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അതേസമയം ഷാരോണിൽ നിന്നും ഒരു ബ്ലാക്ക്മെയിലും ഉണ്ടായിട്ടില്ല എന്നും പട്ടാളക്കാരനുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടന്നിട്ടും ഗ്രീഷ്മ ഷാരോണുമായി രാത്രികാലങ്ങളിൽ മണിക്കൂറുകളോളം സംസാരിച്ചുവെന്നും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചതെന്നും ഡിവൈഎസ്പി കെ.ജെ. ജോൺസൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ഇന്നത്തെ പ്രതിഭാഗത്തിന്റെ വാദത്തിന് അതൊന്നും നിരർത്ഥകമായ വാദമാണ്. ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കും മാത്രമുള്ളതാണ്. ഇതൊക്കെ അവർ വാദം ബന്ധപ്പെട്ട കോടതി കേട്ടതാണ്. അതെല്ലാം നിരാകരിച്ചുമാണ്. അതൊക്കെ ബാലിശമായ വാദങ്ങളെന്നല്ലാണ്ട് ഇതിനൊന്നും യാതൊരു നേരത്തെ തന്നെ ഉന്നയിച്ചാണ്. അതൊക്കെ കോടതിയിൽ യാതൊരുവിധ കഴമ്പില്ലാന്ന് തെളിഞ്ഞാണ്. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചിട്ടാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരിയാണെന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പം പറയുന്ന ആരോപണങ്ങൾക്കൊന്നും യാതൊരുവിധ അടിസ്ഥാനപരമായ കാരണങ്ങളുമില്ല. അതിനുള്ള തെളിവും അവരുടെ കയ്യിലില്ല. സാഹചര്യ തെളിവുകൾ മാത്രമാണെന്നല്ലോ ഇപ്പോഴും പ്രതിഭാഗം സാഹചര്യ തെളിവുകളുമുണ്ട്, ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. അത് ഓരോ എവിഡൻസും 175ഓളം സാക്ഷികളെയും വിസ്തരിച്ചിട്ടാണ്. ഡിജിറ്റൽ എവിഡൻസ് വളരെ പ്രധാനമല്ലേ? അതെ, ആ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ FSL പരിശോധനയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റോടുകൂടി ഹാജരാക്കിയതാണ്. അതെല്ലാം കൃത്യമായിട്ട് കോടതി പരിശോധിച്ചതിന് ശേഷമാണ് വിധി വന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രതിഭാഗത്തിന്റെ ഇപ്പോഴത്തുള്ള ഈ വാദത്തിന് ഒന്നും യാതൊരുവിധമായിട്ടുള്ള പ്രസക്തിയില്ല. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ക്രിമിനൽ പശ്ചാത്തലം തന്നെ ഗ്രീഷ്മയ്ക്കില്ല എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അതുകൊണ്ട് പരമാവധി ഇളവ് നൽകണം. പിന്നെ ബിരുദാനന്തര സർട്ടിഫിക്കറ്റ് അടക്കം ജഡ്ജി കൈമാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളതൊന്നും ഒരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ഒരാൾ വളരെ ആസൂത്രിതമായിട്ട് ഈ കുറ്റകൃത്യം നടത്തി എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം. പ്ലാനിങ്ങോടുകൂടി, കരുതലോടുകൂടി എല്ലാ വശങ്ങളും പരിശോധിച്ച് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അന്വേഷണം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ബുദ്ധിയും പ്രതി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്താൽ ഭാവിയിൽ മറ്റ് കുറ്റകൃത്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും അതിനുള്ള അവസരമാണ് ഒരുക്കി കൊടുക്കുക. മറ്റു മാർഗമൊന്നും ഇല്ലാതെയാണ് പ്രതിക്ക് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യേണ്ടി വന്നതെന്ന് കൂടി പ്രതിഭാഗം വാദിച്ചിട്ടുണ്ട്. അതായത് പലതവണ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്. അതും പെട്ടെന്ന് ചെയ്തതാണ്. ആസൂത്രണമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആസൂത്രണത്തിന്റെ എല്ലാ നാൾ വഴികളിലുള്ള തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയതാണ്. പെട്ടെന്നുള്ള ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയതിന്റെ എല്ലാ രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല, അതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലും സംസാരിച്ചായിട്ട് യാതൊരുവിധ തെളിവുമില്ല. ഷാരോണിന്റെ കുടുംബമായിട്ടോ അവരുടെ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ ഈ പ്രതിയുടെ കുടുംബത്തിലെ അംഗങ്ങളാരുമായിട്ടോ സാമൂഹ്യ പ്രവർത്തകരുമായിട്ടോ ചോദ്യം ചെയ്യലാണല്ലോ അവസാനം സമ്മതിക്കുന്നത്. അത് ഏത് ഘട്ടത്തിൽ അവര് ഞാൻ തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞൊന്ന് ഓർക്കാമോ? അത് ഇവര് പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിഭാഗത്തെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള തെളിവുകൾ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഇവര് പറയുന്ന ഓരോ വാക്കുകൾക്കും അത് ശരിയാണോ എന്ന് ഒരു ടീം അന്വേഷിച്ച് വെരിഫൈ ചെയ്തിരുന്നു. ശരിയാണോ, ഇവര് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണോ, ഇവരങ്ങനെ ചെയ്തിരുന്നോ, ആ പറഞ്ഞ ആളെ അന്നേരം തന്നെ വേറെ സ്ഥലങ്ങളിൽ ഇരുത്തി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപ്പൊ തന്നെ ഈ അന്വേഷണ സംഘത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചതുകൊണ്ട് നമുക്ക് ഇവർ പറയുന്നത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഈ പ്രതി പറയുന്നത് ശരിയല്ല, ഇതിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം തന്നെ ഇതിൽ സംശയം കൂടുതലായിട്ട് കനപ്പെട്ടു വന്നു. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വസ്തുതകൾ വെച്ചും മറ്റ് തെളിവുകൾ വെച്ചും ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന്, അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു. പിന്നീട് അതിന്റെ മറ്റ് തെളിവുകൾ കണ്ടെത്തുന്നതിലേക്കുള്ള അന്വേഷണം തെളിവെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ കൃത്യമായിട്ട് സഹകരിച്ചിരുന്നു. ആ സമയത്തൊക്കെ അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു. സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം പഴുതരത്തിലുള്ള അന്വേഷണമായിരുന്നു. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയ ചെറിയ ഇന്ന സ്ഥലത്ത് ഷാരോനുമായിട്ട് പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ ടീമും നേരിട്ട് പോയിട്ട് അവിടെയുള്ള നിസ്സാരമെന്ന് കരുതുന്ന സാക്ഷികളെ പോലും കണ്ടു ചോദിച്ചിരുന്നു. ഒരു തെളിവും ഇതിൽ വിട്ടുപോരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.